കനത്ത മഴയിൽ കാസർഗോഡ് നീലേശ്വരത്ത് വെള്ളക്കെട്ട്, നെടുങ്കണ്ടത്ത് 10 വീടുകളിൽ വെള്ളം കയറി, സമീപത്തെ ചുണ്ണാമ്പ് ഫാക്ടറിയും വെള്ളത്തിനടിയിലായി. അരുൺ പാറക്കൽ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പൊതുവെ ഇപ്പോഴും വലിയ മഴ തുടരുകയാണോ ആ മേഖലയിൽ ഒന്നാകെ? ചുണ്ണാമ്പ് ഫാക്ടറിയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണോ അരുൺ? ഹഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നീലേശ്വരത്താണ്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പൊതുവെ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. ഇടവിട്ടുള്ള അതിശക്തമായ മഴ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവസാന നിമിഷമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. അത് വിവാദമായിട്ടുണ്ട്. കാരണം ഈ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്, കറണ്ടില്ല, അതുകൊണ്ട് മൊബൈൽ ഫോണൊക്കെ ഓഫാണ്. ആ സമയത്ത് ഈ അവസാന നിമിഷം അവധി പ്രഖ്യാപിക്കുന്നത് അത് അറിയാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഇതാ ഹാഷ്മി, ഈ കാണുന്ന ദൃശ്യം അത്രത്തോളം ഭീകരമാണ്. ഈ മുട്ടിന് മുകളിലേക്ക്, ആളുകളുടെ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പുഴയോട് ചേർന്നുള്ളൊരു പ്രദേശമാണെങ്കിലും NH-66 താഴെയാണ് ഈ ഒരു ഭാഗം എന്നതാണ്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഇങ്ങനെ വെള്ളം കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് NH-66 പണി നടക്കുകയാണ്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. അവർ ഈ പാലത്തിന് വേണ്ടി ഈ പ്രദേശം ഒന്നാകെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അങ്ങനെ അടുത്തുള്ള തേജസ്വിനി പുഴ കര കവിഞ്ഞ് അത് ഈ ഭാഗത്തെ വീട്ടുകാർക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ചുണ്ണാമ്പ് ഫാക്ടറിയാണ്. അത് അവർ എല്ലാ മഴക്കാലത്തും ഇവിടെ അവരുടെ പ്രവർത്തനമൊക്കെ നടന്നു പോന്നിരുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് വെള്ളം കയറി അതിൻ്റെ പകുതിയോളം, ആ ചുണ്ണാമ്പ് ഫാക്ടറിയുടെ പകുതിയോളം വെള്ളം കയറിയിട്ടുണ്ട്. അവർക്കിപ്പോൾ വലിയ നാശനഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ അവരും പറയുന്നത്. ആ ചുണ്ണാമ്പ് ഫാക്ടറിയുടെ ഉടമ നമുക്കിപ്പം ചേരുകയാണ്. ചേട്ടാ, എത്ര രൂപയുടെ നഷ്ടം വന്നു? നമുക്കിപ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം റുപ്യയുടെ കുമ്മായം അതിൻ്റെ അകത്തുണ്ട്. ആ കുമ്മായം കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായില്ലേ. അതുപോലെ തന്നെ കരി ഇറക്കിയിട്ടുണ്ട്. ആ കരിയെല്ലാം നമ്മൾ ഇവിടുന്ന് ഈ വെള്ളത്തിൻ്റെ ചാട്ടത്തിന് ഇവിടുന്ന് ഒലിച്ചു പോയി. അപ്പോൾ നമ്മൾ ഒരുപടി ആൾ നമ്മൾ ദിവസം 6-7 ആൾ പണിയെടുക്കുന്നതാണ്. എല്ലാവരും പണി ഇതെല്ലാം എത്ര വെള്ളം വന്നാലും നമ്മൾ ഇങ്ങനെ വെള്ളം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പണിയും നഷ്ടം. ഇവിടെ ഇപ്പോൾ നമ്മളെ ചുറ്റുപാടിൻ്റെ ഒരു മരക്കമ്പനിയുണ്ട്. ആ മരക്കമ്പനിയിലെ ആൾക്കാർ ആ മരം കുറേ ഒഴുകി പോയിട്ടുണ്ട്. അവരെയും പിന്നെ നല്ല വാങ്ങുന്ന വെള്ളം പിന്നെ മോട്ടോർ ഇതെല്ലാം കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിട്ടായില്ലേ. ഈ പ്രദേശത്തിലെ മുഴുവൻ വീടും വെള്ളത്തിൻ്റെ അടിയിലാന്നില്ലേ. അശ്വ, അതാണ് വലിയ നഷ്ടം ഇവർക്ക് സംഭവിച്ചെന്താണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, എൻ്റെ മുട്ടിന് മുകളിലേക്ക് വെള്ളം, അത്രത്തോളം വെള്ളം ഇവിടെയുണ്ട്. ഈ തേജസ്വിനി പുഴ കര കവിഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. കഴിഞ്ഞ 3-4 ദിവസമായി അതിതീവ്രമായ മഴ ഇവിടെ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ വാർഡ് കൗൺസിലർ നമുക്ക് ചേരുകയാണ്. ചേച്ചി, ഇവിടെ എത്ര വീടുണ്ട്? ഇവിടെ ഇപ്പം നമ്മൾ നിലവിൽ 8 കുടുംബത്തോളം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ കണിച്ചിറ കമ്മ്യൂണിറ്റി ഹാളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ഭാഗത്തായാലും മുനിസിപ്പാലിറ്റി ഭാഗത്തായാലും നല്ലൊരു സമീപനമാണ് തന്നിട്ടുള്ളത്. എല്ലാ വീടുകളും ഇന്നലെ തന്നെ വില്ലേജ് ഓഫീസർ സന്ദർശിച്ചിന്. ഇന്നലെ മണ്ണിടുമ്പോഴേ മേഘ കമ്പനി മണ്ണിടുന്ന സമയത്ത് നിങ്ങൾ ഇത് സൂചിപ്പിച്ചിരുന്നില്ലേ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നൊക്കെ? സൂചിപ്പിച്ചിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു, കുറേ പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അത്ര ഹൈറ്റിൽ ചെയ്യേണ്ടതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹാഷ്മി, അതാണ് ഇവർ പറയുന്നത്. മേഘ കമ്പനിയും അതുപോലെ തന്നെ NHIയുമായി ഇവർ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഒരു പരിഹാരമുണ്ടായില്ല. വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ നാട്ടുകാർക്കുള്ളത്. ഹാഷ്മി, ആ വെള്ളക്കെട്ട് അങ്ങനെ തുടരുകയാണ്. ഇന്നലെ അരുൺ പാറക്കൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും സമാനമായിരുന്നു കാഴ്ച. ഏതാണ്ട് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അവിടെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വലയുന്നു. അത് എന്താണ്, അതൊരു മാൻമെയ്ഡ് ഉപദ്രവമാണ് എന്നതാണ് അതിലെ സങ്കടം. കേവലം മഴ പെയ്ത് വെള്ളക്കെട്ട് ഉണ്ടാവുന്നതല്ലല്ലോ. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.